അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പാത്തോസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പാലും മറ്റു കുറഞ്ഞ ചേരുവകളും കൊണ്ട് നമുക്ക് വീട്ടിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പുഡിംഗ് ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ഈ പാല് അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാല് കുറുക്കിയെടുക്കുമ്പോൾ കൈവിടാതെ ഇളക്കി വേണം ഇത് കുറുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അപ്പം പാല് ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. 10 രൂപയുടെ ഒരു പാക്കറ്റ് മാരി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പാർട്ടികളിലൊക്കെ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആദ്യത്തെ ലെയർ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ബിസ്ക്കറ്റ് മുഴുവനും കവറാവുന്ന വിധത്തിൽ എല്ലാ ഭാഗത്തും മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ലെയർ ഇവിടെ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ലെയർ കൂടി ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും ബാക്കിയുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതും ബിസ്ക്കറ്റ് ഒന്നും കാണാത്ത വിധത്തിൽ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതൊന്ന് സെറ്റാകുന്ന ടൈമിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഫുൾ കവറാവുന്ന വിധത്തിൽ ക്രീം തേച്ച് കൊടുക്കണം. എല്ലാവർക്കും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു പുഡിങ്ങാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് മുഴുവനായിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വിതറി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് സെറ്റായതിന് ശേഷം ഉപയോഗിക്കുക. ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഒരു 4-5 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അതിനുശേഷം കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.